ഇത് പാലക്കാട് പേസ്ട്രി ആൻഡ് ബേക്സ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് ഫസ്റ്റ് ക്രൈ ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ. ഞങ്ങളൊരിക്കൽ ഷോപ്പിങ്ങിന് പോയപ്പം നല്ല ടയേർഡായി, എന്നൊരു ജ്യൂസോ വല്ലതും കുടിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പം കുഞ്ഞിന് അപ്പം ഡോണട്ട് വേണം. എവിൻകുട്ടന് ഡോണട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണേ. ആദ്യമായിട്ടാട്ടോ ഈ പേസ്ട്രി ആൻഡ് ബേക്സിൽ ഞങ്ങൾ കയറുന്നത്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ആംബിയൻസ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ നല്ല ടെൻഷനൊക്കെ ആകുമ്പം ഇവിടെ ഒന്ന് പോയിരുന്നാൽ മതി, മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുഞ്ഞപ്പം ഓർഡർ ചെയ്ത ഡോണട്ട് ആദ്യം വന്നു. അവനത് സ്പൂണും കൊണ്ട് കഴിക്കണോ കൈ കൊണ്ട് കഴിക്കണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനാണേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പേസ്ട്രി പറഞ്ഞായിരുന്നു, റെഡ് വെൽവെറ്റിൻ്റെ. അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 3 ജ്യൂസും പറഞ്ഞു. റെഡ് വെൽവെറ്റ് വന്നപ്പോൾ അവന് തന്നെ ഓപ്പൺ ചെയ്യണത്രേ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്നിട്ട് ഞാനും അവനും കൂടിയാണ് അത് കഴിച്ചത്. അച്ചാച്ചൻ അതിലൊരു സ്പൂൺ എങ്ങാണ്ടേ കഴിച്ചുള്ളൂ, കാരണം റെഡ് വെൽവെറ്റിൻ്റെ ആൾ ഞാനാണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. ജ്യൂസ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഒരു പൈനാപ്പിൾ ജ്യൂസും ഒരു ലൈം ജ്യൂസും ഒരു വാട്ടർ മെലൺ ജ്യൂസുമാണ് ഞങ്ങൾ പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഷവർമയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാച്ചന്. ശരിക്കും ഷവർമ ഓക്കെ എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ, ഒരു ആവറേജ്. ജ്യൂസസ് ഓക്കെ ആയിരുന്നു, നോർമൽ ജ്യൂസ് പോലെ തന്നെ. പേസ്ട്രി സൂപ്പറായിരുന്നു. ഡോണറ്റ് പിന്നെ ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്തില്ല. അവൻ ഫുൾ കഴിച്ചത് കൊണ്ട് ചിലപ്പം അവൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ അവൻ അപ്പം തന്നെ അവന് വേണ്ടാന്ന് പറയും. അതുകൊണ്ട് പിന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ നല്ല ആംബിയൻസ് ആയിരുന്നു, അവരുടെ സർവീസ് ആണെങ്കിലും എല്ലാം ഓക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ആ റെഡ് വെൽവെറ്റിൻ്റെ കേക്കും അവൻ ഡോണറ്റും അച്ചാച്ചൻ ഷവർമയും കഴിച്ച് ആ ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ കൊച്ചു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.